ഷോറൂമിൽ പോയി ഗുണം എങ്ങനെ കളിച്ചാലും 30,000 രൂപ മുകളിൽ പോകുന്ന വർക്കാട്ടോ അത്. ഹലോ മച്ചാമാരെ, ഇത് മെഴ്സീഡസിൻ്റെ E250 എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡ്രൈവർ സൈഡ് പവർ വിൻഡോയുടെ വൈൻഡർ പോയതാണ്. നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോകാം കേട്ടോ. ഓർമ്മ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാട്ടോ സംഭവം. ഇത് നട്ടുപോട്ടൊന്നുമല്ല, റിവറ്റ് അടിച്ച് വെച്ചേക്കുക. റിവറ്റാ സംഭവം. ഇതാ ഫുള്ള് ഒരു സെറ്റായിട്ടുള്ള വൈൻഡറാണ്. ഞാൻ ഊരി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അഴിച്ചെടുത്ത് കേട്ടോ. ഇതാട്ടോ അതിൻ്റെ വൈൻഡർ വരുന്നത്. കേബിള് ചുറ്റിപ്പോയതാണ്. ഇത് എങ്ങനെയാണ് കേബിള് ചുറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചതേ. ഇതിൻ്റെ ഉണ്ടോ ഇതുപോലെ തന്നെ ഒരു ഹെഡ് ഇവിടെ കേബിളിൻ്റെ ഹെഡ് വരുന്നത്. ആ ഒരു ചെറിയ പീസ് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയപ്പോൾ ഇവിടുത്തെ കേബിൾ വിട്ടു പോയിട്ടാണ് ഇവിടെ മൊത്തം കയറി ചുറ്റിയത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ കേബിൾ ഇടാൻ ഒരു ഹെഡ് ഇടാനുള്ള സ്പേസ് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കേബിളെല്ലാം റീപ്ലേസ് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഇട്ട് കഴിയുമ്പോൾ കാണിച്ചതേ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. E250യുടെ വയറിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ച് ഞങ്ങളത് കയറ്റി കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാം കേട്ടോ. വണ്ടി വെച്ച് കാണിച്ചു തരാം. വൈൻഡറൊക്കെ എപ്പോൾ അഴിച്ചാലും ഗ്രീസ് ഇട്ടേ കയറ്റാവുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വല്ലപ്പോഴും അഴിക്കുന്ന സാധനം, അത് ഗ്രീസ് ഇട്ട് തന്നെ കയറ്റാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വൈൻഡർ അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി 10 വർഷത്തേക്കിനൊന്നും പറ്റില്ല കേട്ടോ. താങ്ക് യു.